ഗുരുവായൂരിൽ ജനിച്ച് ഗുരുവായൂരിൽ വളർന്ന ഇന്നും ഗുരുവായൂരിൻ്റെ എല്ലാ മേഖലകളിലും സജീവമായി പ്രവർത്തനനിരതനായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് പറയുന്നത്. തിരുവേങ്കടം സ്വദേശിയായ ചങ്കത്ത് വീട്ടിൽ രവി. എല്ലാ രാഷ്ട്രീയത്തിനുമപ്പുറം മതത്തിൻ്റെയും ജാതിയുടെയും അതിർവരമ്പുകൾക്കപ്പുറം പൊതുപ്രവർത്തന രംഗത്ത് സജീവ മാതൃകയായ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്കാരം ഏട്ടാ. നമസ്കാരം. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ചെറുപ്പകാലത്ത് തൊട്ടിട്ട് കാണുന്നൊരു മുഖമാണ്. തിരുവേങ്കടത്തിന്റെ എന്താ പറയാ, ചങ്കത്ത് മുഖാമിയമ്മ ടീച്ചറുടെ മകൻ എന്നുള്ള രീതിയിലും വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടൊക്കെ അത്രയും അടുത്ത രവിയേട്ടനായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ വളരെ സന്തോഷം. നമുക്ക് സന്തോഷമുള്ള കാര്യം. അത് നമുക്ക് സാധാരണ സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ ചെറുപ്പം ചെറുപ്പം ഉള്ള സ്ഥലമാണിത്. ഈ ചങ്കത്ത് തറവാട്ടിലാണല്ലോ ജനിച്ചുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ പറഞ്ഞ പോലെ ചങ്കത്ത് മുഖാമിയമ്മ, അച്ഛൻ നാരായണൻ നായർ, പുളിയത്ത്. എടക്കഴിയൊരു കുടുംബമാണ് പുളിയത്ത് നാരായണൻ നായർ. അപ്പോൾ ഇവിടെയുള്ളൊരു കൂട്ടുകുടുംബത്തിൽ ജനിച്ച് വന്നതാണ്. പിന്നെ തിരുവങ്കട LP സ്കൂളിൽ ആദ്യം പഠിച്ച് നാലാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ ഒരു കൊല്ലം അകലാട് സ്കൂളിൽ, അവിടെ അച്ഛൻ്റെ സ്ഥലം എടക്കഴിയൂരായിരുന്നു. പിന്നെ നമുക്ക് ശ്രീകൃഷ്ണ സ്കൂൾ. അപ്പോൾ അന്നൊക്കെ ഈ പഠിക്കാനുള്ള അതിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അമ്മ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പഠിപ്പിച്ചുള്ളത്. അപ്പോൾ ഈ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കോഴിമുട്ട വിറ്റും അല്ലെങ്കിൽ ആട്ടിൻപാല് ഒക്കെ വിറ്റുള്ള ഒരു കാലഘട്ടം. അപ്പോൾ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് പഠിപ്പിച്ചു. പിന്നെയുള്ള പഠനമൊക്കെ പ്രീ ഡിഗ്രി ഒരു കുമാരപിള്ള കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കമ്മീഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഇത് ഫീസ് ഇളവുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ഡിഗ്രി BCom എടുത്തു, ഇവിടുന്ന് പ്രൈവറ്റായിട്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ തിരുവങ്കട അമ്പലത്തിൽ ജോലി കിട്ടി. 17 വയസ്സിലാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഗുരുവായൂർ ദേവസ്ഥയിൽ ജോലി കിട്ടി. ഏകദേശം ഒരു 2 കൊല്ലം അവിടെ, 3 മാസം അവിടെ ഈ NMR, അതായത് സ്ഥിരമല്ലാത്ത അവിടെ ജോലി എടുത്തിട്ടുണ്ട്. പിന്നെയാണ് അതിൻ്റെ ഇടയിലാണ് ട്യൂഷൻ ഉണ്ടായത്. ട്യൂഷൻ ഇവിടെ ഒരു അക്ഷര ട്യൂഷൻ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുവങ്കട തന്നെ ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു അക്ഷര ട്യൂഷൻ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് ആ ട്യൂഷൻ എടുക്കാനുള്ള ആ മേഖലയിലേക്ക് എത്തി. പിന്നെ നമ്മൾ ഒരു ഡ്രൈ ക്ലീനിങ്, നമ്മുടെ സഹദേവനും ഒരു ഡ്രൈ ക്ലീനിങ് തുടങ്ങി. അങ്ങനെയാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അതിനിടയിലാണ് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫാദറിലോ എക്സ്പ്രസ് വാസുദേവൻ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ കെയർ ഓഫിൽ, അളിയൻ വിജയകുമാർ, അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കയറില്ലേ. ആ സ്റ്റോക്ക് മാർക്കറ്റ് എറണാകുളം ഡെയിലി പോയി വന്നിരുന്നു. ഇവിടുന്ന് ഇവിടെ തൃശ്ശൂർ വരെ ബസ്സിന് പോവും, അവിടുന്ന് ട്രെയിനിൽ പോവും, എറണാകുളം പോയി രാത്രി തിരിച്ചു വരുന്ന രീതിയിൽ ദിവസം പോയി. അപ്പം അന്നൊക്കെ ഈ നവമാധ്യമങ്ങളില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ റേറ്റുകൾ അറിഞ്ഞത് ഇന്നൊക്കെ ഇപ്പോൾ അറിയാം. അപ്പം അവിടുന്ന് ഞങ്ങൾ എഴുതി കൊണ്ടുവരുന്ന അപ്പോളോ ടയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ എഴുതി കൊണ്ടുവരുന്ന ആ റേറ്റുകളാണ് ഗുരുവായൂരുള്ള ഇൻവെസ്റ്റേഴ്സിന് സഹായം. അപ്പോൾ റീനയുടെ മീതുള്ള ഓഫീസിൽ അത് സൈമ മാഷക്കൊക്കെ പങ്കുള്ളതാണ്. രാജമാഷയുടെ ഇതിന്റെ മീതെ സൈമ മാഷ് ട്യൂഷൻ എടുത്തിരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ഞങ്ങൾ. അത് കുറച്ച് പിന്നീടും കുറച്ചുണ്ടായി. അത് നമ്മള് ഒരു 5 ആൾ കൂടി എടുത്തു, എന്നിട്ട് അങ്ങനെ ഉണ്ടായി. ആ ഓഫീസിലാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വൈകുന്നേരം ആകുമ്പോൾ ഒരു 10-20 ആൾ വരും. ഞാൻ ഈ കടലാസും കൊണ്ടുവരുന്ന അന്നും സ്റ്റോക്ക് മാർക്കറ്റിനോട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ വളരെ ഇതിൽ പെട്ടെന്ന് 1992 ഹർഷദ് മേത്തയുടെ ഇഷ്യൂ വന്നതോടുകൂടി പൊളിഞ്ഞു. പൊതുവെ ഉണ്ടായി. ഞങ്ങളെ പ്രത്യേകിച്ചും ബാധിച്ചു. അതിനെന്താ വെച്ചാല് ഈ ഒരു ബ്രോക്കറുടെ കീഴിൽ സബ് ബ്രോക്കേഴ്സാണ്. അതിലൊരു സബ് ബ്രോക്കർ ചെയ്ത ദോഷങ്ങള് ബാക്കി 3 പേരും ബാധിക്കും, ബ്രോക്കറിനെയും ബാധിക്കും.
അപ്പോൾ ഒരു പിറവത്തുള്ളൊരു ബ്രോക്കർ, ഒരു സബ് ബ്രോക്കറുടെ ഒരു വീഴ്ച ഞങ്ങളെയൊക്കെ ബാധിച്ചു. അത് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് അന്ന് ഒരു കമ്പനി ഉണ്ടായിരുന്നത്. ശ്രീനേട്ടൻ, ലോറൻ ചേട്ടൻ, അവരൊന്നൊക്കെ മരിച്ചുപോയി. അവരൊക്കെ കൂടിയിട്ടാണ് അന്ന് കമ്പനി. ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് അത്. കാരണം എന്താ വെച്ചാൽ ഈ ബ്രോക്കറുടെ വലിയൊരു എമൗണ്ട് ആയിരുന്നു. അത് സബ് ബ്രോക്കർക്കും തരാൻ കഴിയണില്ല ഇയാളുടെ, അയാളുടെ ബന്ധുവാണ്. അങ്ങനെ വന്നിട്ടുള്ളൊരു വലിയൊരു വിഷയമാണ്. അതില് തകിട്ട് പൊട്ടി. എൻ്റെ ഏട്ടൻ പറഞ്ഞു തകിട്ട് പൊട്ടി. പിന്നെ ഒരിക്കലും ഉയരില്ലെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായത്. പ്രാർത്ഥനകളൊക്കെ ആവാം. പിന്നെ നമ്മളൊരു നഷ്ടം വന്നത് കള്ളു കുടിച്ചിട്ടോ അല്ലെങ്കിൽ സിഗരറ്റ് അങ്ങനെയുള്ള ഇല്ലാത്തത് കൊണ്ട് ഒരു മനസ്സിന് ധൈര്യം ഉണ്ടായിരുന്നു. അവിടുന്നാണ് പിന്നെ പതുക്കെ ഒരു ഇൻവെർട്ടർ കമ്പനി തുടങ്ങി. അതും ഇതിനു മുമ്പത്തെ പിണറായി അദ്ദേഹം വൈദ്യുതി മന്ത്രിയായപ്പോൾ വലിയ മാറ്റം ഉണ്ട്. ആ മാറ്റത്തിൽ ഇൻവെർട്ടറുകൾ പൊളിഞ്ഞു, പവർ കട്ടുകൾ ഒഴിവായി അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അതും അടുത്ത അങ്ങനെ 1, 2, 3 തകർച്ചകളുടെ എന്നാണ് മാറ്റം വന്ന് പിന്നെ പൊതുപ്രവർത്തനത്തിലേക്ക് അതിൻ്റെ ഇടയിൽ തന്നെ ചേംബർ ഓഫ് കൊമേഴ്സും ഒക്കെ ആയിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 8ാം ക്ലാസ് മുതൽ പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അമ്പുളി തിരുവനന്തപുരത്ത് തന്നെ അമ്പുളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുതൽ ബ്രദേഴ്സ് ക്ലബ്ബ്, ഉപാസന തുടങ്ങിയ ക്ലബ്ബുകളിൽ പ്രവർത്തിച്ച് ആണ് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിലേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നത് ഈ എന്താ പറയാ, രവിയേട്ടൻ ഒരിക്കലും ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തകർന്നു എന്നൊക്കെ ഉള്ളൊരു മുഖമായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. എല്ലാ കാലത്തും അത് ഇങ്ങനെ ചിരിക്കുകയും മനസ്സിന് നമ്മളെന്നെ കൊടുക്കണ്ടേ സന്തോഷം, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളൊരു അഭിപ്രായം. അപ്പൊ നമ്മള് അങ്ങനെ ജീവിക്കുകയല്ലാണ് നമ്മുടെ ഇപ്പൊ സന്തോഷം. ഇപ്പൊ സാധാരണ രീതിയിൽ ഈ ഒരു ചോദ്യം കൊണ്ട് പറയാണ്, പൊതുവെ സമൂഹം ആഗ്രഹിക്കുന്നത് പൊളിഞ്ഞൊരാള് കീറിയ ഷർട്ടും കീറിയ മുണ്ടൊക്കെ ഇട്ട് കാണാനാണ്. അതുകൊണ്ട് തന്നെ ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ചേംബർ ഓഫ് കൊമേഴ്സ് ഒക്കെ ആകുമ്പോൾ അതിന്റെ വലിയ വലിയ ആളുകളുടെ ഒപ്പം നടക്കുമ്പോൾ ഈ കൊടക്കാളോരോ അല്ലെങ്കിൽ അവരുടെ ധാരണ ഉണ്ടാവുക ഒരു വാക്ക് പറഞ്ഞാൽ പോരെ എന്നൊക്കെ. പക്ഷെ നമുക്കത് പറഞ്ഞാൽ അതോടുകൂടി തകരും കാര്യം. എന്തായാലും അതൊക്കെ കവറായി ഒരുവിധം. എന്നെ കൊണ്ടാവുന്ന ഒരുപാട് ആളുകൾ സഹായിക്കാച്ചാല് കൊടക്കാളോരൊക്കെ തന്നെ അതിനോടൊപ്പം സഹകരിച്ചില്ല. ബാങ്കുകളിൽ നിന്നായാലും അതൊക്കെ സ്ഥലം ജപ്തി വരലും അത് പിന്നെ ബാങ്ക് അതൊക്കെ കവറായി. എന്നിട്ടാണ് പിന്നെ ഫ്ലാറ്റ് പണിത് ജോയിന്റ് വെഞ്ചറിൽ ഫ്ലാറ്റ് പണി അങ്ങനെ ഉണ്ടായി. ഈ പൊതുപ്രവർത്തനത്തിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു കുടുംബ പാരമ്പര്യത്തിന്റെ കൂടി ഒരു ഭാഗമാണ്. കാരണം വെച്ചാല് എല്ലാവരും ഉണ്ടായിരുന്നു. കാർത്തിയാനി ടീച്ചർ, ശേഖരൻ നായര്, അത് വെല്ലിച്ചല്ലേ? വെല്ലിച്ചൻ, അതായത് അമ്മയുടെ ചേച്ചിയുടെ. കാരണം ഈ തിരുവനന്തപുരത്ത് അനേക ആൾക്കാര് പലതരത്തിലും തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത ഈ ആളുകളുടെ ഒരു കൂട്ടായ്മ ഏറ്റവും നല്ല സ്ഥലമാണ് തിരുവനന്തപുരം. ഞാൻ എല്ലാവരോടും പറയുന്ന സ്ഥലമാണ്, വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പൊതുപ്രവർത്തനം? അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുള്ളതാ. അപ്പോ നമുക്ക് ഇഷ്ടമുള്ള മേഖല ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് ആദ്യം ഇപ്പൊ ചേംബർ ഓഫ് കൊമേഴ്സിന് എനിക്ക് ബിനു എന്ന് വന്നിട്ട് സാഗർ ഗോപിയേട്ടൻ്റെ മകൻ ഉണ്ടാകുന്നു. പിന്നെ നമ്മുടെ റഷീദ്, KP റഷീദ്, അവരാണ് ചേംബർ ഓഫ് കൊമേഴ്സിൽ. എന്നിട്ടാണ് യാസിന്റെ രത്തൊക്കെ എത്തുന്നത്. ഞങ്ങൾ ആരംഭത്തിൽ അതെ അല്ല ആരംഭത്തിൽ യാസിനെ കൊണ്ടുവരികയാണ്. അതുമാതിരി ബോസേട്ടൻ, ഞങ്ങൾ ഈ 3 പേര് കൂടിയിട്ടാണ്. അതിൽ എന്നെ തന്നെ ഇവർ 2 പേരുമാണ് ഇങ്ങനെ എപ്പോഴും വേണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഐഡിയകളുള്ള ചില പ്രസ്ഥാനങ്ങളിൽ ചെന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് അന്ന് ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഈ അദ്ദേഹം ഈ ഇതിനെ കുറിച്ചിട്ട് ഈ സയൻസും ആധ്യാത്മികതയും കണക്ട് ചെയ്ത് പറയുന്നു. അപ്പൊ ചെറുപ്പം മുതൽ ഇപ്പൊ നമ്മള് തിരുവങ്ങട് അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോ ഈ ആലിനെ എന്തിന് പ്രദക്ഷിണം ചെയ്യണം അത് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ആധ്യാത്മികതയുടെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു പിഷാരടി എന്ന് പറഞ്ഞ ഒരാളുടെ പ്രഭാഷണം കേൾക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഓക്സിജന്റെ കാര്യം. അപ്പൊ അതിലൊരു താല്പര്യമാണ്. ഒരു പരിധി വിട്ടുള്ള ഇതല്ല വെച്ചാൽ ദൈവികതയെന്ന് വിട്ടിട്ട് അതിൽ ചെയ്യുന്ന പഴയ ആളുകൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ നോക്കുക. അങ്ങനെ സയന്റിഫിക് വശങ്ങൾ. അപ്പൊ ഇദ്ദേഹം ഇത് കറക്റ്റായിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കുറച്ചു കാലം ആളെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂര് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് എല്ലാ മാസവും കുടുംബ സംഗമങ്ങൾ ഉണ്ട്. അതിന്റെ ഭാഗമാണ് പൈതൃകം. പൈതൃകത്തിന്റെ അതെ, അവിടെ നിന്നാണ് തുടങ്ങും. അപ്പൊ അവര് നമ്മള് ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു. എല്ലാ മാസവും ഈ നേരത്തെ എൻ്റെ പറഞ്ഞ പോലെ
ആളുകളെ തേടിയെത്തി പിടിച്ചിട്ട് ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് ഒരു കുടുംബ സംഗമം നടത്തി. അപ്പോൾ ഒരു കൂട്ടായ്മയുടെ ശക്തിയാണ് എന്നും സന്തോഷം ഉണ്ടാവും. നമുക്കിഷ്ടമുള്ള ലൈക്ക് മൈൻഡഡ് ആയ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് എന്നും. അപ്പോൾ അല്ലാത്തടത്തുനിന്ന് പതുക്കനെ മാറി നിൽക്കുക എന്നുള്ളൊരു ആശയം കൂടി ഉണ്ട് നമുക്ക്. വെറുതെ ടെൻഷൻ നെഗറ്റീവ് എനർജി നെഗറ്റീവ് എന്നല്ല, നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാത്ത സ്ഥലത്ത് അതൊരു ദോഷമായിട്ടല്ല. നമ്മള് നമ്മുടേതായ ലൈനിൽ പോവുക. അപ്പോൾ എൻ്റെ ഭാഗം സുരേഷ് സാറായിട്ട് കരുണുണ്ട്, കരുണ ഫൗണ്ടേഷൻ കുറെ ആളുകൾക്ക് ഈ എന്താ ഭിന്നശേഷിയുള്ളവർക്ക് വിവാഹം നടത്താനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് 10-400 പേർക്ക് ഓൾറെഡി നടത്തി കഴിഞ്ഞു. അതെ, അദ്ദേഹം എനിക്ക് തോന്നുന്നത് വളരെ റിട്ടയർമെന്റിന് ശേഷം സുരേഷ് സാറ്. അപ്പോൾ അതൊരു വലിയ ജീവിതത്തിൽ നമുക്കൊരു എന്താ ആലോചിക്കാനും അത് നല്ലത് ചെയ്തു എന്ന് പറയാം. പിന്നെ ജീവ ഗുരുവായൂരൊരു ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് പ്രകൃതി. ശരീരത്തിന് നമ്മുടെ രോഗങ്ങളെ മാറ്റാൻ കഴിവുണ്ട് എന്ന് പറയുന്ന സംഘടനയാണ് ഈ നാച്ചുറോപ്പതിയിൽ തന്നെ ഓർത്തോപ്പതി. അതിന് നേതൃത്വത്തിൽ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജീവ വന്നിട്ടുണ്ട്. അതും ഇതേപോലെ ഒരു ഇങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഒരു മെസ്സേജ് ജനങ്ങളിൽ എത്തണം തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ജീവ. അങ്ങനെയാണ് പൈതൃകം. ഇതേപോലെ പൈതൃകം ഇപ്പോൾ ഹൈ ലെവൽ പ്രവർത്തനങ്ങളായി. അതിൻ്റെ ഒരു 20 ഉപസമിതികളായിട്ട് വിവിധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഓരോരുത്തർക്ക് കഴിവിനനുസരിച്ച് അവരവർക്ക് ഇങ്ങനെ അവരുടെ ഭാഗങ്ങളിൽ കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരാളായിട്ട് ഇങ്ങനെ സംസാരിച്ചു പറഞ്ഞേ, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കണമെന്നുണ്ടെങ്കിൽ ചങ്കത്തരി വീടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 സംഘടനകളിലേക്കെങ്കിലും അറിയിക്കും. കാരണം ഇതെല്ലാം ഞാൻ നോക്കുമ്പോൾ ഒരു പേരിന് കടലാസ് സംഘടനകളല്ല, ഇതെല്ലാം സജീവമായിട്ട് നിലനിൽക്കുന്ന സംഘടനകൾ തന്നെയാണ്. ഇപ്പൊ പൈതൃകമാണെങ്കിലും ഈ അന്നദാനത്തിനൊക്കെ പറ്റിയിട്ടൊന്ന് ഒരു 10 വർഷം മുമ്പെയാണ് നമുക്കത് ഇങ്ങനെ ഒരു മനസ്സില് ഗുരുവായൂരിൽ വരുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പിന്റെ പ്രാധാന്യം ഞാൻ വളരെയേറെ അനുഭവിച്ചു എന്നല്ല പറയണം. വിശപ്പിന് അത് വേദനിക്കുന്നവരുണ്ട്. അതാണ് ആ പേര് തന്നെ, വിശക്കുന്ന വയറിനാണ് ഒരു പൊതിച്ചോറ്. അത് മനുഷ്യന്റെ ഇപ്പോൾ വലിയ പണക്കാരന് പോലും ഒരു നേരം വിശന്നിട്ട് ചിലപ്പോൾ കഴിക്കാൻ പറ്റാണ്ട് വരാം. അപ്പൊ ഞങ്ങളൊക്കെ കൊടുക്കണ നേരത്ത് ഞങ്ങൾ തമാശയായിട്ട് റേഡോ വാച്ചാണ് ആളുടെ കയ്യിൽ നിന്ന് ഈ കൊണ്ടുപോകണ ആള്. അപ്പൊ ഹർത്താൽ ദിനത്തിനൊക്കെ അവിടെയും കിട്ടില്ല. അപ്പൊ അവർക്ക് ഇവിടുന്ന് കിട്ടണ്ടേ, വണ്ടിയിൽ വന്നിട്ട് ഇത് വാങ്ങിച്ചു പോണ. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ ഞാൻ വസന്തമൻ ടീച്ചറായിട്ട് ടീച്ചർ അങ്ങനെ ഒരു പരിപാടിയായി ഏറ്റെടുത്ത് വന്നപ്പോ നമുക്ക് എല്ലാ ദിവസവും എത്താൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് തന്നെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് മുരളിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഏറ്റെടുത്ത് നടത്താൻ പറ്റില്ല ചോദിച്ചു. അപ്പൊ ടീച്ചർ തയ്യാറാണ്. പിന്നെ അത് ഏത് സംഘടന വേണമെന്നുള്ള ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ചാമ്പർ ഓഫ് കൊമേഴ്സിനെ സെലക്ട് ചെയ്തു. അതിന് യാസിനെ പോലുള്ള ആളുകൾ അതിൻ്റെ നേതൃത്വത്തിലുണ്ട്. ഇപ്പോൾ റഷീദ് നോക്കണം, പിന്നെ മുരളിയാണ് അതിൻ്റെ കൺവീനറായി. ഗുരുവായൂർ ചാമ്പർ ഓഫ് കൊമേഴ്സിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സഹായിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് OV രാജേഷ്. അപ്പം ആ 10 കൊല്ലം മുമ്പ് അങ്ങനെ എല്ലാ വ്യാഴാഴ്ചകളിലാണ് തുടങ്ങി. അത് നിർത്താതെ പോവും. ബാക്കിയുള്ള ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ച് കിട്ടുന്നതിനനുസരിച്ച് ഒരാൾ പറയണ ഇന്ന് വിവാഹ വാർഷികമാണ് അന്ന് ചെയ്യും. ഒരു 100 പേർക്ക്. ഈ സാധാരണ ഈ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ എത്ര ഭക്ഷണം കൊടുക്കും? അത് ഇന്നൊക്കെ നമുക്കൊരു 10-200 ആൾക്ക് കൊടുക്കുന്നുണ്ട്. പായസം ഉണ്ടാവും. പിന്നെ വസ്ത്രദാനം എന്ന് പറഞ്ഞിട്ടൊരു പുതിയത് തുടങ്ങി. അതായത് വീടുകളിൽ വെറുതെ ഇരിക്കുന്ന വസ്ത്രങ്ങൾ അത് നമ്മൾ കണ്ടെത്തി എത്തിക്കുന്നു. അതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ കർമ്മശ്രീ ഒരു പുരസ്കാരം കിട്ടി നായർ സമാജത്തിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ജനേട്ടൻ ഉണ്ടല്ലോ മാധ്യമം, ആ ജനേട്ടൻ നേരത്തെ പറഞ്ഞ വേണുവേട്ടനും ജനേട്ടനൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. അദ്ദേഹം കുറേ ഷർട്ട് തേച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷർട്ട് ഞങ്ങളവിടെ വെച്ച് കൊടുക്കുന്നത് പഴയ ഷർട്ടാണ്, എങ്കിലും നല്ല ഷർട്ടുകളാണ്. അത് കിട്ടിയിട്ടൊരാൾ അയാളുടെ ഷർട്ട് മാറ്റി ഈ ഷർട്ട് ഇട്ട് വരിക, ആള് തുള്ളിച്ചാടിയിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് 2 തരത്തിൽ, ഒന്ന് വേദന തോന്നി, ഇത് കിട്ടിയിട്ട് സന്തോഷിക്കണമെങ്കിൽ ആൾക്ക് അത്ര ഇല്ല, 2 കൊടുക്കാൻ പറ്റിയാൽ സന്തോഷമുണ്ട്. അത് നമുക്ക് അങ്ങനെ അതിൻ്റെ അനുഭവങ്ങളുടെ ഒരു ഭാഗമാണ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ 10 വർഷമായി. ഇപ്പം എല്ലാ ഓണത്തിനും
വിഷുവിന് ഒരു ജനകീയ ഓണസദ്യയും വിഷു സദ്യയും നടത്തും. പെരുന്നാളിന് ക്രിസ്മസിന് കേക്ക് കൊടുക്കും. പെരുന്നാളിന് ഭക്ഷണം, അതുമാതിരി ഇഫ്താർ വിരുന്ന് ചേംബർ ഓഫ് കൊമേഴ്സിന് കഴിഞ്ഞ 25 വർഷമായിട്ട് ഗുരുവായൂർ നടത്തി വരുന്നത് ഇഫ്താർ വിരുന്ന്. നേരത്തെ എൻ്റെ പറഞ്ഞ പോലെ തുടങ്ങിയത് നിർത്താതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതെ അതെ, അതെല്ലാം നല്ല ഭംഗിയായിട്ട് കൃത്യമായ ആളുകളെ അത് ഏൽപ്പിക്കണോണ്ട് സന്തോഷം. അവര് കൃത്യമായിട്ട് സത്യത്തിൽ എനിക്കല്ല എൻ്റെ കിട്ടേണ്ടത്, അതാത് ആളുകൾ ചെയ്യണം. അതാണ് എൻ്റെ ഒരു ഏൽപ്പിക്കുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ കഴിവുള്ളവരാണ്ട് ഏൽപ്പിക്കുകയാണ്. പിന്നെ അതിൽ ഇടപെടാറില്ല ചേട്ടാ. അതെ, അതുണ്ട്. അതൊക്കെ ഒരു ലീഡർഷിപ്പിൽ അനാവശ്യമായി ഇടപെട്ടാൽ പിന്നെ അവർക്ക് അതൊരു അതെ അതെ അതൊരു ഭാരവും. ഞാൻ എൻ്റെ ഒരു ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ഗുരുവായൂർ വാർത്ത പത്രം. നമ്മള് ചാവക്കാട് അന്ന് രവിയേട്ടൻ അവിടെ ഒരു പ്രസംഗം ഒരു ഇതിന്റെ ഇടയില് അപ്പൊ അതിനൊക്കെ പറ്റി എങ്ങനെയാണ് പത്രം എക്സ്പ്രസ് എന്തെങ്കിലും കണക്ഷൻ? എക്സ്പ്രസ്സില് 2 വർഷം അച്ഛനെ സഹായിച്ചിട്ടുണ്ട്. സുകുമാരൻ മാഷ്, പിന്നെ രാജൻ പാലക്കാട് എന്ന് പറഞ്ഞിട്ടൊരാൾ. ഈ രാജൻ പാലക്കാട് നടത്തിയിരുന്നതാണ് ഗുരുവായൂർ വാർത്ത. അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ദിവസം താമസിക്കുന്നോർത്ത് വരികയാണ്. ഇങ്ങനെ ഒരു പത്രം ഉണ്ട്, അത് എടുക്കണം എന്ന് പറഞ്ഞു. ഓൾറെഡി ഉണ്ടായിരുന്നു. അത് എന്നിട്ട് വാങ്ങുകയാണ് ഉണ്ടായി. എന്നിട്ട് വാങ്ങിച്ച് നടത്തുക. അങ്ങനെ എനിക്കൊരു പത്രപ്രവർത്തനോട് താല്പര്യം ഉണ്ടായിട്ടല്ല, ഇവരുടെ നിർബന്ധം കാരണം അങ്ങനെ ഒരു പത്രപ്രവർത്തകൻ പിന്നെ അങ്ങോട്ട് ആയില്ല. പിന്നെ അത് ഇഷ്ടമായി. പത്രപ്രവർത്തന രംഗത്തുള്ള പ്രവർത്തനം കൊണ്ട് ഗുരുവായൂരിൽ പത്രപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ പത്രപ്രവർത്തക സംഘം ആദ്യം രൂപീകരിച്ചു. അതിൻ്റെ പ്രസിഡന്റ് ഇന്നത്തെ CPM സെക്രട്ടറി അബ്ദുൽ ഖാദർ ആയിരുന്നു. അത് കഴിഞ്ഞ് പ്രസ് ഫോറം ഉണ്ടാക്കി. പിന്നീട് പ്രസ് ക്ലബിലേക്ക്, ഇപ്പോഴത്തെ പ്രസ് ക്ലബിന്റെ ലീഗൽ അഡ്വൈസറാണ്. പിന്നെ ഗുരുവായൂർ ദിനവാർത്ത ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഗുരുവായൂർ ദിനവാർത്ത ദ്വൈവാരിക ഉണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു കമ്പനിയെക്കാളൊരു പ്രിന്റഡ് ദ്വൈവാരിക. അതിന്റെ ഭാഗം തന്നെയല്ലേ മറ്റേ കലണ്ടറും ഗുരുവായൂർ കലണ്ടർ ഇതേപോലെ ഒരു ഐഡിയ ആയിരുന്നു. അതും ഈ പറഞ്ഞ പോലെ കുറെ ആളുകൾ സഹായിച്ചിട്ട് അത് അതിന്റെ ഒരു പ്രത്യേകത എന്താ? ഗുരുവായൂർ കലണ്ടറിന്റെ നമ്മൾ ഗുരുവായൂരിന്ന് ഈ അതിന്റെ ഫോട്ടോസ്, അതെ, പ്രധാന വിശേഷ ദിവസങ്ങളുടെ ഫോട്ടോസ് ഉണ്ടാവും. പിന്നെ ഗുരുവായൂരത്തെ എല്ലാ വിശേഷ ദിവസങ്ങളും, മറ്റ് വിശേഷ ദിവസങ്ങളെയൊക്കെ ഗുരുവായൂരത്തെ വിശേഷ കൊടുത്തിട്ടുള്ള അതിന് പ്രധാനമായും ഇവിടുത്തെ വരുന്ന ലോഡ്ജുകളുടെ നമ്പറുകൾ, പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷൻ, മുനിസിപ്പാലിറ്റി, ദേവസ്വത്തിലെല്ലാ ഇതിന്റെ നമ്പറുകളൊക്കെ അതിൽ കിട്ടാവുന്ന രീതിയിൽ. സംഘടനകളെ പറ്റി പറഞ്ഞു. രവിയേട്ടന്റെ ഒരു സ്വഭാവ രീതിയെ പറ്റിയിട്ട് പലരും ഇങ്ങനെ പറയാറുണ്ട്. എന്താണ്? ശത്രുക്കളില്ലാത്ത ഗുരുവായൂരത്തെ ഒരു പൊതുപ്രവർത്തകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം രവിയേട്ടനാണ്. ദേഷ്യപ്പെടാറില്ല. മനസ്സിലുണ്ടാവും, മനസ്സിൽ ബക്കറ്റ് പൊട്ടിക്കുന്ന പരിപാടി അതുണ്ടാവാറുണ്ട്. മറ്റത് ഇങ്ങനെ ഒരുവിധം അത് ഒന്നിച്ച് കൊണ്ടുപോകണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കൂട്ടായ്മകള് സന്തോഷത്തിനുള്ളതാണ്. കഴിയുന്നത്ര ആളുകളെ ഒപ്പം നിർത്താൻ നമ്മൾ. അതെങ്ങനെയാണ് ആ ഒരു സ്വഭാവം? അത് ഞാനിപ്പോ അമ്മേനായിട്ട് എന്താ പറയാ, തിരുവനന്തപുരത്ത് ഒരു അമ്മയാണ് മൂകാംബി അമ്മ. കാരണം ഒരുപാട് ആൾക്കാർക്ക് അതെ 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 അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധമായിരിക്കും. അതന്നെ വളർന്നു വന്നു തന്നെയായിരിക്കും ഒരു ശാന്തതയുടെ ഭാഗമുണ്ടല്ലോ. അപ്പൊ അതിന് അങ്ങനെ പിന്നെ നമ്മുടെ സന്തോഷം അതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തല്ലുകൂടിയിട്ടും അതിൽ കാര്യമില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ആൻഡോ പ്രതീക്ഷിക്കുന്നത് എന്നിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ആന്റോന് എന്താ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഞാൻ അങ്ങോട്ട് തരണ്ടേ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചിരിച്ചു ഞാൻ ചീത്ത പറഞ്ഞ അങ്ങോട്ട് ചീത്ത പറയില്ല. അപ്പൊ മിണ്ടണ്ട. തിരുവനന്തപുരം പിന്നെ ഒരു കലാകാരന്മാരുടെ ഇതായിരുന്നു. അപ്പൊ ആ കലാകാരന്മാരുടെ ഇതിലെ ഒരു കലാകാരനാവാൻ സംഘടനാ ശേഷി ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഇടയിൽ ചെണ്ടൊന്ന് പഠിച്ചിറങ്ങിയത്. ഉത്രാടമേളം എന്ന് പറഞ്ഞിപ്പോ കഴിഞ്ഞ ദിവസം അത് മനസ്സിലെ മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യം, ഒരു താളം ഉണ്ടായിരുന്നു, അല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മഞ്ഞുളാൽത്തറ മേളം എന്ന് പറഞ്ഞിട്ട് കൂട്ടായ്മ, അതെ ചിങ്ങമഹോത്സവം നായർ തറവാട്ട് കൂട്ടായ്മയാണ്. അത് ഇങ്ങനെ പഠിക്കണം തോന്നിയിട്ടാണ് അങ്ങനെ മഞ്ഞുളാൽത്തറ മേളം ആരംഭിച്ചത്. കക്കാട് രാജപ്പമാരാണ് ഞങ്ങളെ ചെണ്ട പഠിപ്പിച്ചത്. തുടക്കത്തിൽ ഗുരുവായൂർ ജയപ്രകാശായിരുന്നു തുടങ്ങി വെച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് മഞ്ഞുളാൽത്തറ മേളം തുടങ്ങാൻ കാരണമായത്. 250-ലേറെ ആളുകൾ അതിൽ പങ്കെടുത്തു. അത് വലിയൊരു പരിപാടിയായി. ഇപ്പോൾ ഐശ്വര്യദീപ സമർപ്പണം, ചിങ്ങ 1 ഗുരുവായൂരിന്റെ ഒരു ആഘോഷം. ഇപ്പോൾ മെയിൻ ചാനലുകളൊക്കെ ഇങ്ങനെ ചെറിയ തോതിൽ കവർ ചെയ്തു. ആ ഒരു കഴിവ് തന്നെ ആയിരിക്കുമോ
കാരണം ഗുരുവായൂർ ഒരുപാട് VIP കള് അല്ലെ, അതെ ശ്രീധരൻ സാർ പോലെ അല്ലെങ്കിൽ ശ്രീ രാധാകൃഷ്ണൻ സാർ, അവരോടൊക്കെ നമുക്ക് വലിയ ആഗ്രഹമാണ് കാണാനേ. ഇപ്പൊ മുതുകാട് സാറായാലും ഒക്കെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടാൽ പിന്നെ നേരത്തെ പറഞ്ഞ ശാന്തത ഓട്ടോമാറ്റിക് വരും. ഇത്ര ഹൈ ലെവലുള്ള ആളുകൾ പെരുമാറുന്നത് കാണും. ഇപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുമ്പോൾ ശ്രീധർ സാറായാലും മുതുകാട് സാറായാലും ഡോക്ടർ ഗംഗാരൻ ഡോക്ടറായാലും രാധാകൃഷ്ണ സാർ IS സാർ, സ്വാമി ഉദിത് ചൈതന്യജി, ഇവരൊക്കെ അതുമാതിരിപ്പോൾ ദേവൻ രാമേന്ദ്ര സാറൊക്കെ അടക്കമുള്ള അവരൊക്കെ അവരുടെയൊക്കെ ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, അവരുടെ ഹൈ ലെവൽ തരുന്ന എത്രയോ ഇതായിട്ടാണ് സംസാരിക്കുക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വഴി. ശ്രീധര സാറെ കിട്ടൊക്കെയുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഒരു ഒരുപാട് കാര്യങ്ങൾക്ക് വരുന്ന അദ്ദേഹം ആവശ്യപ്പെട്ട വിഷ്ണു സഹസ്രനാമത്തിന്റെ പരിപാടി ഞങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി. പിന്നെ നമ്മുടെ എല്ലാ ഒരുവിധം പരിപാടികൾക്കൊക്കെ അതിപ്പോൾ അസുഖായതിന്റെ ഭാഗമായിട്ടാണ് എത്താത്തത്. ഗുരുവായൂരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് മെട്രോമാൻ ശ്രീധരൻ സാർ. അദ്ദേഹം ഗുരുവായൂരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടണമെന്നതിന്റെ ഭാഗമായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ച് ഗുരുവായൂർ വികസന സെമിനാർ ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചേംബറിൻ്റെ ഭാരവാഹികൾ സെക്രട്ടേറിയറ്റിൽ പോയി മന്ത്രിമാരെ കാണുകയൊക്കെ ഉണ്ടായി. ബാക്കി നമ്മുടെ ഞങ്ങൾ കർമ്മശ്രേഷ്ഠ അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു പുരസ്കാരം പൈതൃകത്തിൻ്റെ എല്ലാ ഏകാദശിക്ക് അത് സാറിന് കൊടുത്തുന്ന വീട്ടിൽ ചെന്നാളൊരു സ്വീകരണം ഉണ്ടല്ലോ, അത് എടുത്ത് പറയേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ 11 മണിക്ക് എത്തുമെന്ന് പറഞ്ഞാൽ സാറ് 10:55 പട്ടിക്കലുണ്ടാവും, അല്ലെങ്കിൽ എന്താ മറത്തുണ്ടാവും. അതൊന്നും വേറൊരു ആൾക്കും നമ്മുടെ ഭാരതത്തിന്റെ തന്നെ ഏറ്റവും ഒരു ഹയസ്റ്റ് പൊസിഷനിൽ വന്നിട്ടല്ലേ അത് സ്വീകരിക്കുക. അതൊന്നും മറക്കാൻ കഴിയില്ല. ഞാൻ മീറ്റിങ്ങുകളിലൊക്കെ എടുത്ത് പറയും, ഇതൊക്കെ അനുഭവപ്പെട്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒന്നുമല്ല എന്നുള്ളത് മനസ്സിലാവും. ഒന്നുമല്ല. മുതുകാട് സാറായാലും എല്ലാ അനുഭവം ഇങ്ങനെ നമ്മളോട് പെരുമാറുന്നതും വേറൊരു നെഗറ്റീവ് വാക്കുകൾ വരുന്നൊന്നും കിട്ടില്ല. ഗംഗാരൻ ഡോക്ടറായാലും ഒക്കെ അതൊരു വലിയ ഈ പൊതുപ്രവർത്തനത്തിന്റെ ഒരു സന്തോഷം അവിടെയാട്ടോ. അവരൊക്കെ ആയിട്ടുള്ള ആലങ്കോട് ഒക്കെ ലീലാകൃഷ്ണൻ സാറ് ഈ കുറെ ആൾക്കാരുടെ സ്വസ്ഥത നശിപ്പിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് രവിയേട്ടൻ. എന്താ കാരണം? ഞാൻ നമ്മുടെ സുബ്രഹ്മണ്യ സാറ് നമ്മുടെ ഒരു ജീവിതത്തില് എന്താ പറയാ റിട്ടയർമെന്റിലേക്ക് വന്നപ്പോ സാർ എപ്പോഴും അത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് കേട്ടോ. ഞാൻ സ്വസ്ഥത അത് സന്തോഷത്തോടു കൂടിയുള്ള സ്വസ്ഥത നശിപ്പിക്കലാണ്. കാരണം അവരുടെ കഴിവുകളെ സമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പൊ ബ്രിഗേഡിയർ സാറ് എനിക്കറിയില്ല, നമുക്ക് ഈ ദേശീയതയോടുള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ട് സൈനിക അവരുടെ കാർഗിൽ ദിനവും വിജയ് ദിവസമൊക്കെ നടത്തും. അപ്പം ആളുകൾക്കൊന്നും കാർഗിൽ ദിനം എന്നാണെന്ന് മനസ്സിലാവാത്തൊരു കാലഘട്ടത്തിൽ ഇന്നൊക്കെ പറയും ജൂലൈ 26 കാർഗിലാണ്, ഡിസംബർ 16 വിജയ് ദിവസമാണ്. അന്ന് നടത്തി തുടങ്ങിയിട്ടുണ്ട് ഒരു 10-15 വർഷം മുമ്പ്. അന്നൊന്നും ഇപ്പൊ ഇവര് ഒന്നും ഇല്ലല്ലോ. അപ്പൊ വേലായുധേട്ടനൊന്നും ഉണ്ടാവുന്നില്ല. അല്ല, അങ്ങനെ ഞാൻ അറിയില്ല, എക്സ് ആണെന്ന് അറിയില്ല. പിന്നെ ബ്രിഗേഡിയറെ വേലായുധേട്ടൻ പറഞ്ഞിട്ടാണ്. അപ്പോഴാണ് ബ്രിഗേഡിയറും മേജറൊക്കെ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മൾ മേജർ രവി സാറിനൊക്കെ അറിയാലോ. അപ്പൊ നമുക്ക് ഇത് അറിയില്ല ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പോഴാണ് ഇങ്ങനെ വലിയ അദ്ദേഹമാണെങ്കിൽ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് YSM പുരസ്കാരം ലഭിച്ച. അപ്പൊ അത് അദ്ദേഹത്തിന്റെ സേവനം സമൂഹത്തിന് ഉപകാരപ്രദമാകും. അത് പല സ്ഥലങ്ങളിലും കർമ്മനിരതനായ ആള് ഈ പറഞ്ഞ പോലെ ഞങ്ങളായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം വെറുതെ ഇരിക്കേണ്ടി അങ്ങനെ കുറെ ആളുകളെ അവരൊക്കെ നമ്മള് അവരുടെ ഇപ്പൊ മണലൂർ തുള്ളൽ കേന്ദ്രത്തിന്റെ മണലൂർ ഗോപിനാഥ് അവരൊക്കെ സേവനം ഗുരുവായൂരിന് കിട്ടുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിനും അതെ സമൂഹത്തിന് വലിയ കാര്യമാവും. അത് വലിയൊരു ഇതാണ്. ഇതിന്റെ ഇടയിൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ തകിട് പൊടിയായിട്ടുള്ള അതിന്റെ തകിട് പൊടി അതും ഈ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം ആയിരിക്കണം. അല്ല, അതൊന്നൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരാനും അത് ഞാനൊരാളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു, അതൊക്കെ ശരിക്കും ഇന്നത്തെ യുവതലമുറ അതൊക്കെ പഠിക്കണം ആളിനെ കണ്ടിട്ട്. കാരണം എങ്ങനെയും ഒരു ഫീൽഡ് വിട്ടു പോവാമായിരുന്ന അവസ്ഥ. അല്ല, നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങള് ദുഃഖം നമ്മൾ കുറെ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. ഷെയർ ചെയ്യുന്നത് പകുതിയാവും എന്നുള്ളത് നമുക്ക് വേണ്ടപ്പെട്ടവരോടല്ലാതെ ഷെയർ ചെയ്താൽ അത് അപകടമാവും. കാരണം അവർ പിന്നെ ആ ലെവലിലേ നോക്കുള്ളൂ. എന്തിനാ നമുക്കൊരു ആവശ്യമുള്ള കാര്യം നടക്കുമെന്നുള്ളിടത്ത്
നമുക്ക് പറയാനോട് കുഴപ്പമില്ല. അല്ലാത്ത സ്ഥലങ്ങളിലും പറയാതിരിക്കുകയാണ്. അതെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഒരു ഉപകാരമില്ല. അവര് ഒന്നും കൂടി കൂട്ടി അപ്പൊ അത് വേറൊരാളുടെ നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പൊ നമുക്ക് കൂടുതൽ വിഷമം ഉണ്ടാവും. അപ്പൊ നമ്മുടേതായ സമൂഹം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അപ്പൊ നമ്മളൊക്കെ പൊളിഞ്ഞ സമയത്ത് ഞാൻ അങ്ങനെ കണക്കൂട്ടാറുണ്ട്. 1000 തട്ട് ഇങ്ങനെ ചിന്തിക്കും. അത് മുകേഷ് അംബാനി തൊട്ടിട്ട് രാവിലെ വന്ന ഭിക്ഷക്കാരൻ വരെയുള്ള തട്ട് ഈ സമൂഹത്തിലുണ്ടല്ലോ. അതിലെ ഏത് തട്ടിലേക്ക് ഇപ്പൊ മുകളിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ താഴത്തെ ഏത് തട്ട് വരെ വേണമെങ്കിലും നമുക്ക് ഇറങ്ങാലോ. അതിനിപ്പോ എന്തിനാ വേറൊരാളുടെ സഹായം വേണ്ടല്ലോ. ഇപ്പൊ നമ്മള് കാറിൽ പോണ ആള് ബൈക്കിൽ പോകാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ബൈക്കിൽ നിന്ന് സൈക്കിളാവാൻ എന്താ ബുദ്ധിമുട്ട്? കുറെ കാലം ബൈക്കില് ഇപ്പൊ ഇന്ന് കാറിലൊന്നല്ല, നിങ്ങൾ പോയി ഫാമിലി ആയിട്ട് തന്നെ. ഇപ്പൊ എൻ്റെ മോനെയൊക്കെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് ആ ഇതിന്റെ മുന്നിൽ വെച്ച് പോയിട്ടുണ്ട് കാലഘട്ടത്തില്. ഒരു സാധാരണ അതില് പോയിട്ടുണ്ട്. അതെ, ഈ ഇതിന്റെ ഇടയിൽ ഒരു വക്കീൽ കുപ്പായ LLB ചെറുപ്പം മുതൽ ഇഷ്ടമുള്ള ആളായിരുന്നു. 89-ലൊക്കെ ഞാൻ തൃശ്ശൂര് ഒരു ഗാന്ധിജി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു മനാഡർ സാധനം അവിടെ പോയി ചേർന്നു. പൂന ലോ കോളേജ് ചേർന്നു. അത് അങ്ങോട്ട് എത്തിയില്ല. അപ്പോഴേക്കും ഷെയർ മാർക്കറ്റിലേക്ക് പോയി. പിന്നെ 92 പിന്നെ 2000 ഏതോ കാലഘട്ടത്തില് അവിടെ കുറച്ചാൾ കൂടിയിട്ട് ബാംഗ്ലൂര് പോയി ചേർന്നു. അതും എത്തിയില്ല. അപ്പൊ മനസ്സിലുണ്ട്. ഇപ്പൊ 2 പ്രൊഫഷൻ ഇങ്ങനെ കാണുമ്പോ LLB ആയുർവേദ ഡോക്ടർമാർ, ഈ തല നരച്ചാൽ വാല്യൂ ഉള്ള 2 വിഭാഗം ഞാൻ കണ്ടോടത്തോളം. ബാക്കിയൊക്കെ തന്നെ തല നരച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെല്ലില്ല. ഒരു വയസ്സായ ഒരു എഞ്ചിനീയറുടെ അടുത്ത് പോണേക്കാൾ നമുക്ക് വയസ്സായ ഒരു ആയുർവേദ ഡോക്ടറുടെ അടുത്ത്, PK വാര്യർക്ക് 95 വയസ്സായാലും നമുക്ക് പോയി ആവാൻ ബുദ്ധിമുട്ടില്ല. ഒരു തലനരച്ച വക്കീലിനെ കാണാനാണ്, എത്ര വയസ്സായ വക്കീലിനോട് അഭിപ്രായം ചോദിക്കാനാണ് നമുക്ക് സമൂഹത്തിനുള്ള ഇഷ്ടം. ഈ 2 മേഖല ശ്രദ്ധിക്കപ്പെടണം എന്നും തോന്നിയത്. അങ്ങനെയാണ് LLB ഇങ്ങനെ നോക്കി. പിന്നെ അതിൻ്റെ ഇടയിലൊരു പ്രാവശ്യം എടക്കഴിയൂർ പോയപ്പോൾ എൻ്റെ ഒരു വല്യച്ഛൻ്റെ മകൻ കരുണേട്ടെന്ന് പറഞ്ഞു. ആള് ജോലി കഴിച്ചാൽ അവിടെ റെസ്റ്റിലായിരുന്നു. അപ്പോൾ ആള് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 2 പേരും കൂടി ലോ കോളേജ്, സുള്ളിയ ലോ കോളേജ്, അവിടെ പോയി പഠനം 3 കൊല്ലം. അപ്പോൾ അവിടെയൊക്കെ എന്താ വെച്ചാൽ റെഗുലർ സ്റ്റുഡൻറ്റ് തന്നെ, പക്ഷെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ലീവ് അപ്ലിക്കേഷൻ വിത്ത് ഫൈൻ അടയ്ക്കാനുള്ള സംവിധാനമുണ്ട്. അതടച്ചു. പലപ്പോഴും ഒരുവിധമൊക്കെ പോവും, അവിടെ നിന്ന് തന്നെ പഠിക്കും. പഠനം ഈ വിഷയം തന്നെ. എത്ര വയസ്സിലാണ് അത്? 52. 52-ാമത്തെ വയസ്സിലാണ് എടുക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അവിടെ നമ്മളൊരു അത്യാവശ്യം പഠിക്കാനല്ലേ പഠിക്കണ്ട. അത് അതില് നമ്മളെ സഹായിച്ചത്, അത് സാധാരണ LLB-ക്കാരത് പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. അനിൽ K നായർ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വക്കീലുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുണ്ട് ഷോർട്ടായിട്ട് ഇങ്ങനെ. അതൊരു ഹൈ ലെവൽ LLB-ക്കാരൊന്നും അത് പഠിച്ചാൽ പോരാ ആ മേഖല. അതിങ്ങനെ ക്വസ്റ്റ്യനും ആൻസറായിട്ട്. അപ്പോൾ നമ്മളൊരു 3 കൊല്ലം വന്ന പേപ്പറുകൾ, ഒരു 3 കൊല്ലമായിട്ട് ആ യൂണിവേഴ്സിറ്റി 2 ടേമിലും ചോദിച്ച ആ ചോദ്യങ്ങൾ അത് പ്രത്യേകം എടുത്ത് പഠിച്ച് അങ്ങനെ. പിന്നെ ഇംഗ്ലീഷ് ആദ്യം ഞാൻ എഴുതുന്ന ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലായില്ല എന്ന് തോന്നിയല്ല, തോറ്റു. അപ്പോൾ ഒരു ഇംഗ്ലീഷ് അത് കുറവാനിക്ക് ആ ഒരു ഇംഗ്ലീഷ് മാഷെ വെച്ചു കലാമംഗലത്തിൽ. അദ്ദേഹം വന്ന് ഞങ്ങൾക്കൊരു ചേംബർ ഓഫ് കൊമേഴ്സിൽ അതിനൊരു ക്ലാസ് ഒക്കെ എടുത്തു. പിന്നെ ഏകദേശം ഫസ്റ്റ് ഇതിൽ തന്നെ കയറി രക്ഷപ്പെട്ടു എന്ന് പറയില്ല. അത് വലിയൊരു ഭാഗ്യമായി. അതും എൻ്റെ ഒരു ഉദ്ദേശം പ്രാക്ടീസ് അല്ല. ഇപ്പം മോൻ വക്കീലായിട്ടുണ്ടല്ലോ, പ്രാക്ടീസ് അല്ല, ഒരു സോഷ്യൽ ജസ്റ്റിസ് വാർ എന്ന് വന്നിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ടൊരു തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് ഈ ഗുരുവായൂർ ദിനവാർത്ത കമ്പനിയുടെ അടുത്ത സ്റ്റെപ്പ് അതായിരിക്കും. കുടുംബത്തെ പറ്റി? കുടുംബം, വൈഫ് ജയശ്രീ ഗോകുലത്തില്, മോൻ വക്കീലാണ് തൃശ്ശൂര് കോടതിയില്. ഞാന് വളരെ രാജഗോപാലൻ വക്കീലിന്റെ ഒപ്പം ആയിരുന്നു. പിന്നെ മോൻ ഒറ്റയ്ക്കായപ്പോ അവന്റെ ഒപ്പം ഒന്നുമില്ല, അവിടുന്ന് മാറി ഇങ്ങനെ പ്രവർത്തനങ്ങളില് ഈ സോഷ്യൽ ജസ്റ്റിസ് വാദം വന്നാൽ ആക്റ്റീവ് ആവും, ആ മേഖലയിൽ ആക്റ്റീവ് ആവും. പിന്നെ മോൻ്റെ മോനുണ്ട് മാധവ് എന്ന് വന്നിട്ട്, മോൻ്റെ വൈഫ് MR രാമൻ സ്കൂളിൽ കോട്ടക്കൽ നിന്നാണ്.
ഗ്രീഷ്മ. മകൻ്റെ പേര് വിഷ്ണു, ജയശ്രീ. ഇങ്ങനെ അപ്പൊ ഇങ്ങനെ വിശേഷങ്ങള്, ഗുരുവായൂരിനെ പറ്റിയിട്ടുള്ള സ്വപ്നങ്ങള്. നമ്മുടെ ഒരു ആഗ്രഹം ഗുരുവായൂരിൽ നിന്ന് തന്നെ ഗുരുവായൂരിനെ എത്രത്തോളം ഫോക്കസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഇതായിട്ടിപ്പോൾ ഈ ചിങ്ങ മഹോത്സവമായാലും നമ്മൾ എന്താ പറയുക, വിളക്ക് സമർപ്പണമുണ്ട്, ഏകാദശിക്ക് പരിപാടി, ഇപ്പൊ ഉത്രാടമേളം തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഗുരുവായൂരിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിന്റെ ഒരു ഗുരുവായൂർ അതിന്റെ ഒപ്പം ഇങ്ങനെ സന്തോഷം. അപ്പൊ അങ്ങനെ ഇത്രയും നേരം അപ്പോൾ ഈ ഒരു നമസ്തേ ചാനലേ ഇങ്ങനെ നമ്മളോട് താല്പര്യം കാണിക്കാനുള്ള കാരണം ആൻഡോ ദാസമാഷ മകനായി എന്നുള്ളത് മാത്രമല്ലല്ലോ, തീർച്ചയായിട്ടും തിരിച്ചിന്റർവ്യൂ ഗുരുവായൂര് എന്താ പറയാ, ഇപ്പോ അഭിമുഖം നടത്തേണ്ട വ്യക്തികളുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതില് ടോപ്പ് 10 ഉള്ള ഒരാളാണ്. ഗുരുവായൂർ ദിനവാർത്തയ്ക്ക് വേണ്ടി ഞാൻ ചാനലുകളില് അഭിമുഖം നടത്തി പരിചയമുള്ളൂ. ആദ്യമായിട്ടാണ് ഇവിടെ അപ്പുറത്തിരിക്കണേ അല്ലേ? അപ്പൊ നമ്മൾ ഈ ചോദിക്കുമ്പോഴേ, ഒരാള് മീറ്റിങ്ങിന് വിളിച്ചാലോ അല്ലെ ഇതിന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ വെച്ചാൽ, നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവേണ്ട രീതി ഉണ്ടല്ലോ. അതാണ് ആൻഡോ വിളിച്ചപ്പോൾ ഞാനത് ഏറ്റെടുക്കാൻ, അങ്ങനെ ഒരു ചിന്ത നമുക്ക് നമ്മൾ ഓരോരുത്തരും വിളിച്ച് ചോദിക്കുമ്പോൾ അയ്യോ പറ്റില്ല എന്ന് പറയുന്നതും അത് എന്നെ സഹകരിക്കുന്നതും തമ്മിലുള്ളൊരു മനസ്സിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം അത് ഗുരുവായൂർ ദിനവാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാനലുകളിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം ഉണ്ടല്ലോ, അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാറുണ്ട്. അത് തിരിച്ച് ഇരുന്നപ്പോൾ സന്തോഷം. താങ്ക് യു ചേട്ടാ. അപ്പൊ ഒരുപാട് നന്ദി തിരക്കിന്റെ ഇടയിൽ.